ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ എത്തിയിരിക്കുന്നത് മർക്കസ് നോളജ് സിറ്റിയാണ്. ഏതൊക്കെയാലും ഞാൻ പലതവണ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് മർക്കസ് നോളജ് സിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത്. ഏതൊക്കെയാലും എൻ്റെ ആഗ്രഹം സഫലീകരിച്ച് ഇന്ന് ഏതൊക്കെയാലും മർക്കസ് നോളജ് സിറ്റിയിലേക്ക് യാത്ര ചെയ്യാണ്. അതിൻ്റെ കവാടവും കടന്ന് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം ആ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തണമെങ്കിൽ കുറച്ചധികം ദൂരം സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ ആ മർക്കസിൻ്റെ അകത്തുള്ള പള്ളി ഈ കാണുന്നതാണ് ജാമിയുൽ ഫുത്തൂഹ്, ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നറിയപ്പെടുന്ന ആ മനോഹരമായ പള്ളിയുടെ ഉള്ളിലോട്ട് നമുക്ക് കയറാം. ഏതൊക്കെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യം നോക്കി നമ്മൾ അങ്ങനെ പോയാണ്. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉള്ളതാണ്, പല സ്ഥാപനങ്ങളും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ടിൽ കയറിയാൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. 22ഓളം സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയമായിട്ടും അതുപോലെ തന്നെ ധാരാളം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ, അതുപോലെ യുനാനി ഹോസ്പിറ്റൽ, യുനാനി കോളേജ്, ആഡ്മിൻ ബ്ലോക്ക്, ബിസിനസ് കോളേജ്, അങ്ങനെ ധാരാളം ഒട്ടുമിക്ക സംഗതിയും ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ലൊക്കേഷൻ പറയാനുള്ള കന്നോത്ത് പിയോ കൈതംപോയിൽ 24 മണിക്കൂറും ഓപ്പണിംഗ് ആണ്. ഏതൊക്കെയാലും അതിൻ്റെ സംഗതി കണ്ട് നമുക്ക് യാത്ര തിരിക്കാം. അങ്ങനെ നമ്മൾ വാഹനം പറ്റിയിടം തപ്പിപ്പോവുകയാണ്. പള്ളി ലക്ഷ്യമാക്കി പോവുകയാണ്. ഏതൊക്കെ നമ്മളങ്ങനെ എത്തിയ സമയത്ത് ഉച്ചയായി. ബഹുർ ബാങ്ക് കേട്ടു. ആ കേൾക്കാൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഏതൊക്കെ തന്നെ ഒന്നു ചെയ്ത് സ്റ്റെപ്പ് വഴിയുണ്ട്. ഈ കാണുന്ന രീതിയിൽ ഒരു കയറ്റം കയറി പള്ളിയിലോട്ട് എത്താവുന്നതാണ്. ഏതൊക്കെയാണ് ഞങ്ങളങ്ങനെ പള്ളി ലക്ഷ്യമാക്കി പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളങ്ങോട്ട് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ പള്ളിക്ക് ഒട്ടുമിക്ക ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയിൽപ്പെട്ടാണ് ഇത്. പള്ളി ചുറ്റിലും ബദറിൽ ഷഹീദായ ശ്രോതാക്കളുടെ പേരും, അതുകൊണ്ട് പള്ളിക്കകത്ത് കയറിയ 4 തൂണുകളുണ്ട്. 4 മദ്ഹബിൻ്റെ ഇമാമികളുടെ പേര് വെച്ചുള്ള 4 തൂണ്. ആ 4 തൂണിലാണ് പള്ളി നിൽക്കുന്നത്. അതുപോലെ പള്ളിയുടെ ചുറ്റുവട്ടം നോക്കിയാൽ മുസല്ല വിരിക്കാൻ. അതുപോലെ പള്ളികളവിടെ എത്തിയപ്പോൾ പള്ളിയെപ്പറ്റി അവിടുത്തെ ഒരു പണ്ഡിതൻ പറഞ്ഞു തരികയാണ് പള്ളിയുടെ പ്രത്യേകത. ആ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരിലാണ് 4 വലിയ തൂണ്. ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഈ 4 വലിയ തൂണുകൾ. ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തിലാണ് 3 വാൽക്കണികൾ. അത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ എഴുത്തിക്കാത്തിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ലോക്കർ, ഫാൻ. 225 പേരാണ് പ്രാവശ്യം 4 മണിക്കൂർ കൂടി പള്ളിയിൽ എത്തിക്കാത്തിരിക്കാൻ വേണ്ടി. 11 ദിവസം, 20 ദിവസം, 29 ദിവസം പെരുന്നാളത്തിലേക്ക് പോയവർ എല്ലാ സംവിധാനം ഹറമിൽ കാണാം. എത്തിക്കാത്തിരിക്കുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് സ്ഥലങ്ങൾ, സെപ്പറേറ്റ് ലോക്കർ, അതായത് ബാഗ് ലഗേജ് വെക്കാനും മൊബൈൽ വെക്കാനും സംവിധാനം, അതേപോലെ ബെഡ് സംവിധാനമൊക്കെ എടുക്കാനുള്ള സൗകര്യം, എല്ലാ സംവിധാനവും ശരിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മസ്ജിദിൽ 4 മിനാരം, ഒരു മിനാരത്തിൻ്റെ നീളം 46.6 മീറ്റർ. അതേപോലെ തന്നെ 17 കുപ്പകളുണ്ട്. എല്ലാ കുപ്പകളും സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട. അങ്ങനെ ഈ പള്ളിയുടെ മറ്റു ഈ മരങ്ങൾ ഇന്തോനേഷ്യയിലെ മരമാണ് ഈ കാണുന്ന. ഇന്തോനേഷ്യക്കാരാണ് ഇതിൻ്റെ വർക്ക് ചെയ്തത്. ഇത് വീട്ടി മരങ്ങളാണ്. ഇതുപോലെ അതിലേക്ക് കാറ്റ് ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് പ്രത്യേകത. മസ്ജിദ് നബവിയിൽ പള്ളിയുടെ മുകൾ ഭാഗത്ത് ബാങ്ക് നേരത്തെ പലരും കണ്ടിട്ടുണ്ടാകും. അവിടെയാണ് ബാങ്ക് കൊടുക്കുന്നത്. തഹജ്ജുദിന്റെ ബാങ്ക്, ജുമയുടെ ബാങ്ക്, 5 നേരത്തെ ബാങ്ക്. ഫസ്റ്റിന് 3 ഇമാമും 2 മോമിനും. അതേപോലെ തന്നെ ഈ കുബ്ബ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ കുബ്ബയാണ്. 31 മീറ്റർ നീളം, 15 മീറ്റർ വ്യാസമുണ്ടാകുന്നത്. ഇന്ന് അവിടത്തേക്കുള്ള ഉയരമാണ്.
കാലിക്കറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തോന്നിട്ടാണ് ഈ കാലിക്കറ്റ്. നിങ്ങൾക്ക് ഈ പള്ളിയിൽ കുടുംബം കാണാൻ കഴിയും. പരിശുദ്ധമായ അറിവിലുള്ളതുപോലെ സിസ്റ്റമാണ്. ജുമയുടെ സമയത്ത് മാത്രം, ജുമയുടെ ബാങ്ക് കൊടുത്ത് മാത്രമാണ് കുടുംബം. ആ വലിയ ഗോണത്തിലാണ് പ്രസിദ്ധ ഹറമിന് നിങ്ങളെ ജുമയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം മത്താഫിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതിനാണ് ഞാനിവിടെ വലതു ഭാഗം. ജുമ കഴിഞ്ഞ ആളുകൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അടുത്ത വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്ത് നമുക്ക് മറ്റൊരു വശമാണ് ഇവിടെ ഉള്ളത്. ബാങ്ക് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ അതിനനുസരിക്കപ്പെട്ട വലിയ ലോകത്ത് തന്നെ റിമോട്ടിൽ അവരെ ഇവിടെയാണ് അവർ സംവിധാനം മുൻ ISRO ശാസ്ത്രജ്ഞൻ ഡോക്ടർ അബ്ദുസലാമാണ് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി നെല്ലൂർ മുസ്ലിം ഹരത്തിൽ പ്ലാനിങ് ചെയ്യുന്ന ഡോക്ടർ അബ്ദുസലാം. നദിയുടെ വസ്തുക്കൾ ഈ വരാനും അതെല്ലാം ചേർന്നിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. ഇതര മത്സരമായ ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ലൈബ്രറിയാണ്. അതായത് ഇത് ബിസിനസ് വന്നാൽ പഠനം നടത്തുകയും റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കുള്ള സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ലൈബ്രറി. അതൊക്കെ വഴി മക്കളിലൂടെ പിന്തുണക്കുന്ന വഴി. പിന്നെ നടക്കുന്ന ആത്മീയ അകത്തുള്ള മജീസ് എല്ലാ മാസവും ആറ് മാസം അവസാനത്തെ വഴിയായി ജീവിക്കുന്നവരിൽ പലരും രോഗികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും അതിനു ശേഷം ഇതിനൊക്കെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന മജീസ് അതിവിടെ വെച്ചാണ് എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്തിൻ്റെ മജീസ്. 3 ആത്മീയ മജീസുകൾ ഔദ്യോഗികമായി അല്ലാതെ ചെറുപ്പപരമായ ആത്മീയ മജീസ് എല്ലാ ദിവസവും വാക്കി. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി എല്ലാ ഭക്തിലും ഇമാമിൽ നിന്ന് ദുആ പ്രത്യേകമായി ചോദിക്കാൻ വേണ്ടി പള്ളിക്ക് സംഭാവന നൽകും. ഈ ദുആ തോന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 18 വരെ നാളെ 18 എല്ലാ കാലവും ദുആ കൊണ്ടേയിരിക്കും. ഫാഷൻ ദുആ ഇന്നത്തെ ഇപ്പോൾ ബോർഡ് ദുആ അതേ ദുആ കൊടുത്തു അപ്പോഴുള്ള ആളുകൾ. ഇപ്പോൾ ഈ നേരത്തെ നിങ്ങൾക്ക് വന്ന ദുആ എല്ലാ സമയത്തും ദുആ, എല്ലാ സമയത്തും ആത്മീയ മജീസും എല്ലാ സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് അത് പറഞ്ഞു അതൊരു 3ാമത്തെ ഫ്ലോറാണ്. ലൈബ്രറിയുടെ മുകളിൽ 3ാമത്തെ ഫ്ലോർ ഹിദായത്ത് കസ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഉള്ള രണ്ട് ഷറമുബാർക്ക് 2 മഹാന്മാരായ വ്യക്തികളുടെ കടന്നു വന്ന വഴികളിലൂടെ കൈമാറിക്കുന്ന ഷറമുബാർക്ക്. അത് വലതു ഭാഗത്തുള്ളത് സുഖാശുദ്ധങ്ങളുടെ തലയിൽ താടിയിലെ ഷറമുബാർക്കാണ്. നടുവിലുള്ളത് സുഖാശുദ്ധങ്ങളുടെ തലയിലെ ഷറമുബാർക്കാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് കാബയുടെ കിസ്വയാണ്. കിസ്വ കാബറയിൽ ചെറുകിൽ എത്തിയ രാജാവ് കൊടുത്ത സ്വതക്ക ഹദിയ അസുലാമ പ്രതിഭാവൻ ഉപയോഗിച്ച തുണിയുണ്ട്. അഫീഫത്ത് ചെയ്യാനും ബഗ്ദാദ് നൽകിയ അഹമ്മദ് കബീർ ഇഫായ് എന്ന പേരിൽ ഷൈബാബ് ഇഫായ് നൽകിയ വിശേഷിക്കുന്നത് മഹാനായ സിയമ്പത്തുള്ളാഹിന്റെ ജീവിതകാലത്ത് സുൽത്താൻ ഇങ്ങനെ ഒരുപാട് വിശേഷിപ്പുകൾ നൽകിയതാണ്. നിസാനത്തുൽ ഇസ്ലാം വിശേഷിപ്പുകൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അത് നേരെ താഴെയാണ് സുഖാശുദ്ധങ്ങൾ ശങ്കർ പാർക്കിന് നേരെ ചെയ്യുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പറയും. അങ്ങനെ നേരത്തെ പറഞ്ഞത് വളരെ പ്രത്യേകതയാണ്. വളരെ അതോടുകൂടിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് നമ്മുടെ മസ്ജിദ്. എപ്പോഴും സുഖാശുദ്ധത്തിന് സാന്നിധ്യം 2 ശങ്കർ പാർക്കുകൾ അതുകൊണ്ട് തന്നെ സുഖാശുദ്ധങ്ങൾ സാന്നിധ്യം നമ്മുടെ മസ്ജിദ് അതിൻ്റെ ഗുണങ്ങളൊക്കെ അല്ലാഹു ഈ മസ്ജിദിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്ന സംഭാവന. ഒരു മാസം 30 ലക്ഷം രൂപയാണ് അത് നിങ്ങൾക്ക് സാധ്യമാണ്. വിവിധ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകൾ PG, ലോ കോളേജ്, യുനാനി മെഡിക്കൽ
ശരീരത്ത് കോളേജിൽ വിദ്യാർത്ഥികൾ ശരീരത്ത് കോളേജ് ഇന്റർനാഷണൽ ലൈബ്രറി അടങ്ങിയ ഒരു വലിയ അടങ്കം കൂടിയാണ് മർക്കസ് കൾച്ചർ സെന്റർ. അതിലേക്ക് പണി പൂർത്തിയാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ ളുഹറും അസറും നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ചുറ്റിലും ഷോപ്പിംഗ് മാളുകളാണ്, പല സ്ഥാപനങ്ങൾ. അതൊന്ന് കാണാൻ നമ്മുടെ സ്വന്തം വാഹനത്തിൽ അതൊന്ന് ചുറ്റിലൊന്ന് കറങ്ങിയാണ്. അല്ല, ഏറ്റവും മുകളിലാണ് ഈ പള്ളിയും അതിൻ്റെ തൊട്ട് താഴെ റൗണ്ട് ആകൃതിയിൽ വൃത്താകൃതിയിലാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ഏതൊക്കെയാലും അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. കാരണം റൗണ്ടാകൃതിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 ഗേറ്റുകളിലായിട്ടാണ് ഈ പള്ളിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള എൻട്രൻസ്. ഏതൊക്കെയാൽ നമുക്ക് ആ രംഗവും കാണാം, കണ്ടില്ലേ? കാരണം റോഡിൽ കൂടി നേരെ പോകുമ്പം ഷോപ്പ് മാൾ കാണാൻ പറ്റിയില്ല, കാരണം വളഞ്ഞ രീതിയിലായതുകൊണ്ടാണ്. ഏതൊക്കെയാലും പല സ്ഥാപനങ്ങളും പല സ്റ്റാളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രംഗവുമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ചുറ്റുവട്ടത്തിലുള്ള. അവിടെ വലതുവശത്ത് കാണുന്നത് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്ഥാപനങ്ങളാണ്. അതുപോലെ ധാരാളം ഫ്ലാറ്റുകളും എല്ലാം തന്നെ ഓപ്പണായി വരികയാണ്. അതുപോലെ ഇരു സൈഡിലും ഈത്തപ്പന അങ്ങനെ കാണാം. ഏതൊക്കെയാലും നല്ല രസമാണ്. നിങ്ങൾ ഈ കോഴിക്കോട് ഈ റൂട്ട് വരികയാണെങ്കിൽ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാം. നല്ല മനോഹരമായ ഒരു ആ പള്ളിയും ആ പള്ളി ചുറ്റുവട്ടവും എല്ലാം നമുക്ക് കാണാം. ഏതൊക്കെയാലും എൻ്റെ ആഗ്രഹം പോലെ ഞാൻ അങ്ങനെ പോവുകയും എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ പോയ ആ ഭാഗങ്ങളിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഏതൊക്കെയാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുകൊണ്ടും എന്ത് വിവാദപരമാണെങ്കിലും അതുമായിട്ടൊന്നും നോക്കണ്ട. നമ്മൾ ആ ഭാഗമെല്ലാം കണ്ട് ആ പള്ളിയും ആ പള്ളിക്ക് വീണ്ടും പറയുകയാണ് ധാരാളം പ്രത്യേകത ഉള്ള ഒരു പള്ളിയും കൂടിയാണ്. ഏതൊക്കെ ആ പള്ളിയും ആ ചുറ്റുവട്ടവും നിങ്ങളെല്ലാം കണ്ടെന്ന് തരുന്നു. നിങ്ങൾ ഈ വീഡിയോപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ താമരശ്ശൂരം വയനാട് ചുരത്ത് നോക്കിയാൽ ആ ടോപ്പിൽ നോക്കിയാൽ ഈ പള്ളി കാണാൻ പറ്റുന്നത് അതും നല്ലൊരു ഭംഗിയാണ്. ഏതൊക്കെയും വയനാട് ചുരത്തിലോട്ട് പോയില്ല, ഈ പള്ളി മാത്രം കാണാൻ ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വയനാട് ചുരം വഴി പോവുകയാണെങ്കിലും ഈ പള്ളി വിദൂരതയിൽ നമുക്ക് കാണാം, അതും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.